തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് പ്രഖ്യാപിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. ഏത് തെരഞ്ഞെടുപ്പ് വേളകളിലും വിവാദങ്ങൾ സ്വാഭാവികമായി ഉണ്ടാവും. വിവാദങ്ങൾ കൂടുതൽ സജീവമായ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. പല വിവാദങ്ങളും തെരഞ്ഞെടുപ്പ് കാലത്ത് വിവിധങ്ങളായ പാട്ടുകൾ പുറത്തിറങ്ങാറുണ്ട്, പാരഡി ഗാനങ്ങളായിട്ടെല്ലാം. അപ്പം അങ്ങനത്തെ ചില പാട്ടുകളുടെ പേരിൽ കേസും കുലുമാലും ചർച്ചയും സംവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ വിജയിച്ച് ആഹ്ലാദ പ്രകടനങ്ങൾ സ്വാഭാവികമാണ്. ആഹ്ലാദ പ്രകടനങ്ങൾ പലപ്പോഴും അമിതാവേശം പ്രകടിപ്പിക്കുന്ന സാഹചര്യം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പക്ഷെ കേരളത്തിൽ വ്യത്യസ്തമായ പരിധി വിട്ട മുസ്ലിം സഹോദരിമാരുടെ അഴിഞ്ഞാട്ടമൊക്കെ ഉണ്ടായി എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അനന്തരഫലത്തെക്കുറിച്ചൊക്കെ നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏത് മുന്നണികളിലുള്ള പാർട്ടി പ്രവർത്തകരായാലും സ്ഥാനാർത്ഥികളായാലും അവർ വലിയ വിനയാന്വിതരായിരിക്കും. തെരഞ്ഞെടുപ്പ് കാലത്തുള്ള വിനയം അല്ലെങ്കിൽ ഒരു നല്ല സൽസ്വഭാവം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ചിലവരൊക്കെ അവർക്ക് അത് നേരെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് തെറ്റുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. വോട്ട് പിടിക്കുന്ന കാലത്ത് കയറാൻ പറ്റാത്തയിടത്തൊക്കെ, ഇതുവരെ കയറാത്തയിടത്തൊക്കെ, അല്ലെങ്കിൽ ഇത്രയും കാലം ചിരിക്കാത്തവരോട് ചിരിക്കുകയും വളരെ സൗഹൃദപരമായി സമീപിക്കുകയും ചെയ്ത് പരമാവധി ആരുടെ മുന്നിലേക്കും കയറി ചെല്ലാൻ മടിയില്ലാതിരുന്ന വിനയാന്വിതരായ ആളുകൾ. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം പറ്റി പറയേണ്ട കാര്യമല്ല. നമ്മുടെ രാജ്യത്ത് ഏത് തെരഞ്ഞെടുപ്പ് വേളയിലും സ്വാഭാവികമായി നമ്മൾ കാണാറുണ്ട്. വോട്ടർമാരുടെ അവസ്ഥ അങ്ങനെയാണ്. ഇത്രയും കാലം കാണാത്ത പലവരെയും കാണുന്ന, വീട്ടിലേക്ക് കയറി വരുന്ന, അല്ല നമ്മുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാൻ 100 നാവുള്ള, നമ്മുടെ പ്രയാസങ്ങൾ ഇതാ ഞങ്ങൾ പരിഹരിച്ചു തരുമെന്ന് മോഹന വാഗ്ദാനങ്ങൾ പലവരും പറയാറുള്ള ഒരു കാലമാണ് വോട്ടെടുപ്പ് വോട്ട് ചെയ്യുന്ന സമയം വരെയുള്ള സമയം. അത് കഴിഞ്ഞാൽ പിന്നെ റിസൾട്ടിന് കാത്തിരിക്കുകയാണ്. പക്ഷെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പലവരുടെയും അവസ്ഥ മാറാറുണ്ട്. അഹങ്കാരികളായി മാറുന്നു, അക്രമകാരികളായി മാറുന്നു. കേൾക്കാനും പറയാനും അല്ലെങ്കിൽ എഴുതാനും പറ്റാത്ത വാചകങ്ങളുടെ വാചക കസർത്തുകളും അതുപോലെ തന്നെ മുദ്രാവാക്യങ്ങളും തെറി അധിക്ഷേപങ്ങളെ കൊണ്ട് സമ്പന്നമാകുന്ന തെരുവുകളാണ് പലപ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കാണുന്നത്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രത്യേകതയൊന്നും നമുക്ക് പറയാനില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യത്തിൽ അധികാരം ആഗ്രഹിക്കുന്നവരും അധികാരത്തിലേക്ക് കടന്നു വരുന്നവരുമൊക്കെ ഏറ്റവും കൂടുതൽ വിനയം പ്രകടിപ്പിക്കേണ്ട സമയം ഏതാണ്? അവർ വിജയിച്ചു വരുമ്പോഴാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ കേരളത്തിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ധാരാളം സംഭവങ്ങളുണ്ട്. വളരെ മോശമായ ധാരാളം വാർത്തകളുണ്ട്. അത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റിസൾട്ട് സ്വാഭാവികമായും ചെറിയ മാർജിനിലുള്ള റിസൾട്ടാകുമ്പോൾ സ്വാഭാവികമായും വലിയ ആരവങ്ങളും ആഹ്ലാദങ്ങളും നമ്മൾ കാണാറില്ല. അത് ഏത് വിഭാഗമായാലും കേട്ടോ. അതേസമയത്ത് റിസൾട്ടിന് ഊക്കുകൂടിയാൽ, ഭൂരിപക്ഷം കൂടുതൽ വർദ്ധിച്ചു വന്നാൽ പിന്നെ അവിടെ സംഭവിക്കുന്നത് പല അരുതാത്ത കാര്യങ്ങളും സംഭവിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വിനയം പ്രകടിപ്പിക്കേണ്ടത് ഏത് സമയത്താണ് എന്ന്, പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇതുപോലത്തെ ചൈതികളിൽ എല്ലാ വിഭാഗം മതസ്ഥരും ഭാഗവാക്കാണ്. പക്ഷെ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് വിനയമെന്ന് പറയുന്നത്. കാരണം നാളെയും വിജയിക്കണം, മറ്റന്നാളെയും വിജയിക്കണം. ഇനിയും ഈ സമൂഹം നമ്മുടെ കയ്യിൽ അധികാരം നമ്മുടെ കയ്യിൽ വെച്ച് തരണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വിഷയത്തിൽ ഖുർആനിന് ചില മാതൃകകൾ ലോകത്തോട് പറയാനുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില മാതൃകകൾ പറയാനുണ്ട്. എന്താണ് സഹോദരന്മാരെ? എല്ലാ വിഭാഗം ജനങ്ങൾക്കും അതിൽ മാതൃകയുണ്ടെങ്കിൽ മുസ്ലിം സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം
രാഷ്ട്രീയം, രാഷ്ട്രീയ ബോധം, അതുപോലെ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ ധാരകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, വിവിധ പാർട്ടികളിൽ പ്രവർത്തിക്കുക എന്നതൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാവും. പലവരും ആക്റ്റീവ് വർക്കർമാരായിരിക്കും, പലവരും രാഷ്ട്രീയത്തിൽ അത്രമാത്രം താല്പര്യമുള്ളവരായിരിക്കും. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന കുറഞ്ഞ കാലത്തെയുള്ള അധികാരത്തിൻ്റെ മഹിമയും അതിലുള്ള ആരവത്തിലും മാത്രം അഭിരമിച്ച് ജീവിക്കേണ്ടവനല്ല മുസ്ലിം എന്ന ബോധം നമുക്കുണ്ടാവണം. നോക്കൂ സഹോദരന്മാരെ, ഏറ്റവും വലിയ അധികാരം കിട്ടിയ ആളുകൾ എങ്ങനെയാണ് ലോകത്ത് പ്രതികരിച്ചത്? ലോക ചരിത്രത്തിൽ ലോകഭരണത്തിൻ്റെ അധികാരം കിട്ടിയ 4 ഭരണാധികാരികളുണ്ട്. 2 ആളുകൾ മുസ്ലിമീങ്ങളാണെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം, സോളമാൻ ചക്രവർത്തി എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം. മറ്റൊന്ന് ആരാണ്? ദുൽഖർനൈൻ എന്ന ഇന്നത്തെ വെള്ളിയാഴ്ച നാം ഓതിയ അൽ കഹ്ഫ് സൂറത്തിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ദുൽഖർനൈൻ എന്ന ഭരണാധികാരി. ലോക ഭരണാധികാരികളാണിവർ, ലോകം അടക്കി ഭരിച്ച ഭരണാധികാരികളാണ്. ഈ ഭരണാധികാരിയുടെ ചരിത്രത്തിൽ നമുക്കറിയാം സഹോദരന്മാരെ, നമ്മുടെ വീട്ടിൻ്റെ പൂമുഖത്തും അല്ലെങ്കിൽ നാം വാങ്ങി വെക്കുന്ന വാഹനത്തിലുമൊക്കെ പലപ്പോഴും എഴുതി വെക്കാറുണ്ടല്ലോ, ഹാദാ മിൻ ഫളിലി റബ്ബി എന്ന്. ഹാദാ മിൻ ഫളിലി റബ്ബി എന്ന്. എന്താണ് ഈ ഒരു വാക്ക്? അതൊരു ഖുർആനിലെ ആയത്തിൻ്റെ ഭാഗമാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം തൻ്റെ അധികാരം എല്ലാം കടന്ന് ലോകം മുഴുവനും ആധിപത്യം പുലർത്തുമ്പോൾ തനിക്ക് തൻ്റെ കീഴിലേക്ക് വരേണ്ട ബിൽക്കിസ് രാജ്ഞിയുടെ അധികാരം ആ അധികാരം തൻ്റെ കീഴിലേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെ ബിൽക്കിസ് രാജ്ഞിക്ക് ഒരു കത്തെഴുതുന്നുണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ കത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ രാജ്ഞി മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് സന്ദർശനത്തിന് വേണ്ടി വരികയാണ്. ആ വരുന്നതിൻ്റെ മുമ്പ് ഞാനും എൻ്റെ റബ്ബും ആരാണ്, എൻ്റെ അധികാരത്തിൻ്റെ പവർ എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ മഹാനായ സുലൈമാൻ നബി ആഗ്രഹം എന്താണ്? രാജ്ഞിയുടെ സിംഹാസനം രാജ്ഞി ഇവിടെ വരുമ്പോൾ തൻ്റെ മുന്നിൽ കാണണം. അങ്ങനെയാണ് ആ സിംഹാസനം അത്ഭുതകരമായി ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടതാണ്. തൻ്റെ മുന്നിൽ എത്തിച്ചേർന്ന സമയത്ത് അല്ലെ, എത്ര ആഹ്ലാദിക്കാം, എത്ര സന്തോഷിക്കാം. കാരണം ആ സമയത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ് ഹാദാ മിൻ ഫളിലി റബ്ബി. തൻ്റെ അധികാരത്തിൻ്റെ വികാസം ബിൽക്കീസ് രാജ്ഞിയെയും അതിജയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിന് കാരണമായ അല്ലെങ്കിൽ അതിന് തന്നെ മുന്നിൽ താൻ ചെയ്ത ആ രാജ്ഞിയുടെ സിംഹാസനം മുന്നിലേക്ക് എത്തിയപ്പോൾ സുലൈമാൻ നബി പറഞ്ഞ വാക്കാണ് ഹാദാ മിൻ ഫളിലി റബ്ബി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദുൽഖർനൈനി എന്ന അലക്സാണ്ടർ എന്ന് മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കാറുള്ള ദുൽഖർനൈനി എന്ന ലോക ഭരണാധികാരിയുടെ ചരിത്രം പറയുന്നുണ്ട്. തൻ്റെ അധികാര അല്ലെങ്കിൽ തൻ്റെ ഭരണ വികാസത്തിൻ്റെ പ്രയാണത്തിനിടയിൽ ഒരു രാജ്യത്തൊരു പ്രദേശത്തെത്തിച്ചേർന്നപ്പോൾ ആ പ്രദേശത്തുകാർക്ക് എപ്പോഴും അക്രമകാരികളായി പ്രയാസം സൃഷ്ടിച്ചിരുന്ന യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തെ അവരെ തടുത്തു നിർത്താൻ ഒരു മാർഗം ആരാഞ്ഞപ്പോൾ അവർക്ക് ഈ ജനങ്ങൾക്കിടയിലേക്ക് വരാൻ സാധിക്കാത്ത തലത്തിൽ വലിയ ഒരു അത്ഭുതകരമായ ഒരു മതിൽ സ്ഥാപിച്ചതിന് ശേഷം മഹാനായ ദുൽഖർനൈൻ പറഞ്ഞ വാക്കാണ് ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി. ഇത് എൻ്റെ റബ്ബിൻ്റെ റഹ്മത്താണ് എന്ന് അവിടുന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. നോക്കൂ സഹോദരന്മാരെ, മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന് ഏറ്റവും വലിയ മാതൃകയാണ്. മുസ്ലിമീങ്ങളൊക്കെ മനസ്സിലാക്കണം, ചെറുതും വലുതുമായ അധികാരങ്ങൾ കയ്യിലെത്തുമ്പോൾ, ചെറുതും വലുതുമായ വിജയങ്ങൾ കയ്യിലെത്തുമ്പോൾ ആ വിജയങ്ങളോട് എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ജനങ്ങളെ സമീപിക്കുമ്പോൾ മാത്രമല്ല വിനയമുണ്ടാവേണ്ടത്, താഴ്മയുണ്ടാവേണ്ടത്, സൽസ്വഭാവം ഉണ്ടാകേണ്ടത്. മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വം ലഭിച്ച് ഇസ്ലാമിക ദൗത്യവുമായി പ്രവർത്തിക്കുമ്പോൾ 10 വർഷക്കാലത്തെ മക്ക ജീവിതകാലത്തുണ്ടായിരുന്ന വളരെ ദയനീയമായ ക്രൂരമായ ചൈതികൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് സ്വന്തം നാടുപേക്ഷിച്ച് മദീനയിലേക്ക് പോകുന്നു. മദീനയിൽ സൗര്യമായി ഇസ്ലാമിക പ്രബോധനവുമായി മുന്നോട്ട് പോകുമ്പോഴും ആ മദീനയുടെ പരിസരത്ത് നിന്നുകൊണ്ട് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ച സമയത്ത് ബദറും ഉഹദും അതുപോലെ ധാരാളം യുദ്ധങ്ങളിൽ മുസ്ലിമീങ്ങൾ വിജയിക്കുകയാണ്.
അതേ സമയത്ത് മുസ്ലിമീങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് മക്ക കീഴടക്കുക എന്ന് പറയുന്നത്, കഅബ നമ്മുടെ അധീനതയിലേക്ക് വരിക എന്ന് പറയുന്നത്. കഅബ നേരത്തെ മുസ്ലിമീങ്ങളുടെ അധീനതയിലുള്ള മുസ്ലിമീങ്ങളുടെ ഒരു ആരാധനാലയമാണ്. അങ്ങനെ ഹിജറ 8 വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നു മക്കം ഫത്ഹിന് വേണ്ടി. ഞാൻ പറയുന്നത്, മദീനയിൽ പോയി താമസിക്കുമ്പോഴും ഉപദ്രവം ചെയ്ത ജനതയെ തോൽപ്പിച്ച് അവസാനം ഹിജറ 5-ാം വർഷത്തിലെ സഖ്യസേനകളോട് പോലും മുസ്ലിമീങ്ങൾ പോരാടി വിജയിച്ചു. അപ്പോഴും മക്ക മുസ്ലിമീങ്ങൾക്ക് അന്യമായിരുന്നു. എന്നിട്ട് മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സഹോദരന്മാരെ, മക്കയിൽ ചെന്നൊരു ഉംറ ചെയ്യാനുള്ള ആഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ 1400-500 അനുയായികളുമായി ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോൾ ശക്തരായ മുസ്ലിമീങ്ങളെ ഹുദൈബിയയിൽ വെച്ച് തടഞ്ഞ് മദീനയിലേക്ക് തിരിച്ചയച്ചു. അതിനുശേഷം ഹിജറ 8-ാം വർഷമാണ് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി 10,000-ഓളം വരുന്ന അനുയായികളുമായി മക്കയിലേക്ക് വരികയാണ്. മക്കക്കാരായ ആളുകൾക്ക് ഒരു നിലക്കും ചെറുത്തു നിൽക്കാൻ സാധ്യമല്ല. അവരുടെ ശക്തി മുഴുവനും ക്ഷയിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഒരു നേതാവ് മക്ക എന്ന് പറയുന്ന കഴിഞ്ഞ 10-20 വർഷക്കാലമായി അതിജയിക്കാൻ വേണ്ടി, ആധിപത്യത്തിന് വേണ്ടി, അതിൻ്റെ അധികാരം കയ്യിൽ കിട്ടാൻ വേണ്ടി ഉള്ള ധീരമായ പോരാട്ടങ്ങളിൽ വിജയങ്ങളുടെ ധാരാളം അനുഭവങ്ങളുണ്ട്. പക്ഷേ ആ സമയത്ത് കഴിഞ്ഞ 10-13 വർഷക്കാലത്തെ മക്ക ജീവിതകാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുചരന്മാരും അനുഭവിച്ച കൊടിയ പീഡനങ്ങളുണ്ട്, അവഗണനകളുണ്ട്, പരിഹാസങ്ങളുണ്ട്. ഇതെല്ലാം നെഞ്ചിലേക്ക് കടന്നു വരുന്ന ഒരു സമയമായിരുന്നു മക്കം ഫത്ഹ്. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകര് 10,000-ഓളം വരുന്ന അനുചരന്മാരുമായി വന്നു. മക്കയുടെ അടുത്തെത്താൻ നേരത്ത് അനുചരന്മാരോടൊക്കെ ഓരോ കയ്യിലും പന്തം കൊളുത്താൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മക്കയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനയാനിധനായിട്ട് തൻ്റെ ഈ പരിശുദ്ധമായ താടിയല് തൻ്റെ വാഹനത്തിലേക്ക് താഴ്ത്തി വെച്ച് കുനിഞ്ഞിരിക്കുകയാണ്, ഒട്ടകത്തിലേക്ക്. കാരണം വിനയം കൊണ്ട് വലിയ വിജയം, ആ വിജയം ആഘോഷിക്കേണ്ട സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകർ എത്ര വിനയാനിധനായി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബൂ സുഫിയാനും കൂട്ടരും ഈ കാഴ്ച കണ്ട് അത്ഭുതത്തോടുകൂടെ നിൽക്കുന്ന സമയത്ത് ഒരു ബറ്റാലിയന്റെ നേതാവായിരുന്ന അൻസാറുകളുടെ നേതാവ് സഅദ് ഇബ്നു ഉബാദ അബൂ സുഫിയാനോട് പറയുന്നുണ്ട്, യാ അബാ സുഫിയാൻ, അൽ യൗമു യൗമുൽ മൽഹമ, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഘോരമായ യുദ്ധത്തിന്റെ ദിവസമാണ്. അള്ളാഹുവിന്റെ പ്രവാചകരുടെ അനുയായി ആവേശം കൊണ്ട് പറയുകയാണ്, ഘോരമായ യുദ്ധത്തിന്റെ ദിവസമാണ് ഇന്ന്. അൽ യൗമ യസ്തഹില്ലുൽ കഅബ, അനുവദനീയമല്ലാത്ത പലതും ഹലാലാക്കുന്നൊരു ദിവസമാണ് ഇന്ന്. ഇത് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അധികാരവും വിജയവും വരുമ്പോൾ അനുയായികൾ തോന്നിയ രൂപത്തിൽ പ്രതികരിക്കുമ്പോൾ അവരോട് കാ പറയാൻ തയ്യാറല്ലാത്ത നേതാക്കളുള്ള കാലത്ത് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ത് ചെയ്തു സഹോദരന്മാരെ? അവിടുന്ന് പ്രഖ്യാപിച്ചു. സഅദ് ഇബ്നു ഉബാദ് അബൂ സുഫിയാനോട് പറഞ്ഞു, അബൂ സുഫിയാനെ, അൽ യൗമു യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. ഇന്ന് അൽ യൗമു അഅസ്സല്ലാഹു ഖുറൈശ, ഇന്ന് ഖുറൈശികൾ അല്ലാഹു പ്രതാപിയാക്കുന്ന ദിവസമാണ്. എന്നിട്ട് സഅദ് ഇബ്നു ഉബാദയുടെ കയ്യിൽ നിന്ന് ആ ബറ്റാലിയന്റെ പതാക വാങ്ങിയിട്ട് അലി ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിലേക്ക് കൊടുത്തു, അല്ലെങ്കിൽ തൻ്റെ മകന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ സേനാ നായകന്റെ ആ നേതൃപദവി അള്ളാഹുവിൻ്റെ പ്രവാചകർ തൽക്കാലം മാറ്റിവെക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, വിജയവും ആരവം മുഴക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അഹങ്കാരികളാകാൻ പറ്റില്ല. ഇനിയും വിനയത്തോടുകൂടെ മുന്നോട്ട് പോയാൽ അധികാരം നിലനിർത്താൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.